ഹേ ഓൾ വെൽക്കം ബാക്ക്. ഇന്നിതാ ഞാൻ വന്നിട്ടുള്ളത് ഒരു ഹാഫ് ഡേ വ്ളോഗ് എന്നെല്ലാം പറയാം. അങ്ങനെ എടുത്തിട്ടുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ കണ്ടിഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആദ്യം തന്നെ ഇവിടെ ഒരു 1.5 കപ്പോളം അരി എടുത്തിട്ട് പച്ചരി എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് കുതിരാൻ വേണ്ടിക്ക്. ഈ ഒരു രാത്രിത്തേക്ക് ദോശ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു റെസിപ്പി എന്നോട് മുമ്പത്തെ വീഡിയോയിൽ ആരോ ചോദിച്ചിട്ടുണ്ടായിന്. അപ്പോൾ അങ്ങനെ ഷെയർ ചെയ്യുന്നുള്ളതാണ്. ഇനി ഇവിടെ എടുത്തിട്ടുള്ളത് 2 കപ്പ് ചോറ് വെക്കുന്ന അരിയാണ്. ഇത് ഒരു റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ വെള്ളമെല്ലാം പോയിട്ട് എടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഇനി ഈ ഒരു അരി ഒന്ന് വറുത്തെടുക്കല. ഇവിടെ ഞാൻ ഷെയർ ചെയ്യുന്നുള്ളത് അരിയുണ്ടൻ്റെ റെസിപ്പിയാണ്. പിന്നെ കുറേ ആയി ഉണ്ടാക്കി വെക്കണമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നുള്ളതാണ്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ ഭയങ്കര സിമ്പിളാണ്. പിന്നെ ആകെ ടൈം പോകുന്നുള്ളത് ഈ അരി വറുത്തെടുക്കുന്ന ആ ഒരു ടൈം മാത്രമേ പോകുന്നുള്ളൂ. ബാക്കിയൊക്കെ ഭയങ്കര ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇവിടെ ഇപ്പം ഞാൻ ഫ്ലെയിം കൂട്ടിയിട്ടും കുറച്ചിട്ടും അങ്ങനെയൊക്കെയാണ് ചെയ്തെടുക്കുന്നുള്ളത് നമ്മളെ രീതി പോലെ. അപ്പോൾ നല്ലോണം ഫ്ലെയിം കൂട്ടിയിടാൻ പാടില്ല, അന്നേരം പെട്ടെന്ന് കരിഞ്ഞു പോകും. ഒന്നിക്കിൽ മീഡിയം ടു ലോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇളക്കിക്കൊണ്ട് വന്നിട്ട് ഒന്ന് വറുത്തെടുക്കലാന്ന്. ഇതിൻ്റെ ഇടയിൽ ഒരു കഷ്ണം വെള്ളം അലിയിച്ചെടുക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3/4 ഗ്ലാസ്സോളാണ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഇതാ ഫ്ലെയിമെല്ലാം ഓഫാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാവുമ്പോഴാണ് ഫ്ലെയിം ഓഫാക്കിയിട്ടുള്ളത്. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നല്ലോണം ഡാർക്ക് ബ്രൗൺ ആവാൻ നിന്നിട്ടില്ല. ഈ വറുത്ത അരി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കല. സെയിം ചട്ടി തന്നെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ചൂട് കൊണ്ടിട്ട് ഒന്നുകൂടെ ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പ്ലേറ്റിലേക്ക് മാറ്റില്ല. ഇനി മോനെ കൂട്ടേണ്ട ടൈമായി. കുറച്ച് നേരത്തെ ഇന്ന് താഴത്തോട്ട് വന്നിട്ടുണ്ടായിരുന്നു. മോള് വണ്ടിയെല്ലാം എടുത്തിട്ട് ഓള് കുറച്ചൊന്ന് കളിച്ചോട്ടെ എന്നുള്ള രീതിയിൽ അങ്ങനെ ഇതാ മോനെത്തിയിട്ടുണ്ട്. പിന്നെ റൂമിലെത്തി മോനെ ഫ്രഷാക്കി മോനിക്ക് ഫുഡെല്ലാം കൊടുത്തിട്ടാണ് കിച്ചണിൽ കയറിയിട്ടുള്ളത്. രാത്രിക്ക് മീൻ ഫ്രൈയും കൂടി ഉണ്ടാക്കുന്നുണ്ട്, മീൻ പൊരിച്ചത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ട് 8 അല്ലി വെളുത്തുള്ളി ഒരു മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2.5 സ്പൂണ് കാശ്മീരി മുളക് പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ സിർക്കയും ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് അടിച്ചെടുത്തിട്ട് മീനിലേക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കലാന്ന്. ഇനി ഷെയർ ചെയ്യുന്ന ക്ലിപ്സ് എല്ലാം കുറച്ച് ദിവസം മുമ്പിൽ എടുത്തിട്ടുള്ളതാണ്. നൂണിൽ നിന്ന് വന്ന ഒരു പാർസൽ അൺബോക്സ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ആ ഒരു വീഡിയോ എല്ലാം ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതേ ഉള്ളൂ. ഇത് മോനിക്ക് വേണ്ടിക്ക് ഒരു 2 കാറ് ഓർഡർ ചെയ്തിട്ടുണ്ടായതാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ മോക്കൊരു ടെഡിയും. അപ്പോൾ അതെല്ലാം ഒന്ന് മക്കളെ എക്സ്പ്രഷനെല്ലാം കാണാമെന്നുള്ള രീതിയിൽ അങ്ങനെ എടുത്തു വെച്ചിട്ടുള്ളതാണ്. മോളിവിടെ കാത്ത് കെട്ടി നിൽക്കലായിരുന്നു. ഒക്കെ ടെഡി ഭയങ്കര ഇഷ്ടമാണ്. ഷോപ്പിലെല്ലാം പോയി കഴിഞ്ഞാൽ ടെഡി എടുത്തിട്ട് നടന്നുകൊണ്ട് നിൽക്കലുണ്ട്. അങ്ങനെയാണ് ഇത് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായത്. പക്ഷെ നേരെ ഉൾട്ടയായിരുന്നു സംഭവിച്ചിന്. മോൻ്റെ വണ്ടിയാണ് ഓക്ക് വേണ്ടത്. Land Cruiser. Wow, nice. ഇത് അടിയിൽ നമുക്ക് വരാനുള്ളത്. ഇത് അടിയിൽ നിന്ന് വരണം അല്ലേ? ഇതെങ്ങനെ ഉണക്കല്? ഇനി നേരത്തെ വീഡിയോൻ്റെ ബാക്കി കാണാം. നേരത്തെ മെൽട്ടാക്കി വെച്ചിട്ടുള്ള വെള്ളത്തിൻ്റെ പാനി ഉണ്ടല്ലോ, അതിപ്പം ഗ്ലാസ്സിലേക്ക് അരിച്ചു വയ്ക്കലാന്ന്. ഇതിപ്പോൾ ഏകദേശം ഒരു 3/4 ഗ്ലാസ്സോളം കിട്ടിയിട്ടുള്ളത്.
ഇനി ഇത് ഒന്ന് തേങ്ങ ഒന്ന് വിളയിച്ചെടുക്കല ഈ ഒരു ശർക്കര പാനിൽ. അപ്പോൾ ആദ്യം തന്നെ ഒരു പാൻ വെച്ചിട്ട് നേരത്തെ ആ ഒരു ശർക്കരയും അതേപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം തേങ്ങ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കല. തേങ്ങയും ശർക്കര പാനിയും ഒരു 2-3 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത് 1 സ്പൂണോളം ഗീയ. അപ്പോൾ ഇതും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഫ്ലെയിം ഓഫാക്കി വെക്കല. ഇനി നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ആ ഒരു അരിൻ്റെ ചൂടെല്ലാം പോയിട്ടുണ്ട്. ഇനി അതൊന്ന് പൊടിച്ചെടുക്കല. അപ്പോൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിക്കുന്ന ടൈം ഭയങ്കരമായിട്ട് ഫൈനായിട്ട് പൊടിയരുത്. കുറച്ച് തരിതരിപ്പോട് കൂടി തന്നെ പൊടിച്ചെടുക്കാൻ നോക്കുക. ഇതിലിപ്പം ഒരു 4 ഏലക്കയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളതിൽ പൗഡർ ഉണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി. ഇതാ ഈ ഒരു രീതിയിലാണ് ഞാൻ പൊടിച്ചെടുത്തിട്ടുള്ളത്. ഭയങ്കര ഫൈനായിട്ടുമില്ല, എന്നാൽ ഒരുപാട് തരിതരിപ്പുമില്ല, അങ്ങനെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കല. നേരത്തെ വെള്ളത്തിൻ്റെ മിക്സ് ഉണ്ടല്ലോ നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ളത്, അതിൽ നിന്ന് ഇപ്പോൾ ഫുള്ളായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നോക്കല കറക്റ്റാണോ അല്ലയോ എന്നുള്ളത്. ചെയ്ത് നോക്കുമ്പം ഇത് പോരാന്ന് കണ്ടിട്ട് ബാക്കിയും കൂടി ചേർത്ത് കൊടുക്കല. അപ്പോൾ ഇത് കറക്റ്റായിരുന്നു എടുത്തിട്ടുള്ള മെഷർമെൻ്റ് എല്ലാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലായിടത്തും ആ ഒരു ശർക്കരൻ്റെയും തേങ്ങൻ്റെ എല്ലാം പാനി എത്തുന്ന രീതിയിൽ. ഇനി ഇത് ഒന്നുമില്ല, നമുക്കിഷ്ടമുള്ള ഷേപ്പിലും സൈസിലും ഒന്ന് ഉണ്ടാക്കിയെടുക്കല. ഞാനിവിടെ ഉണ്ടാക്കുന്നുള്ളത് ചെറുതായിട്ടുള്ള ബോൾ പോലെ, തിന്നാൻ പാകത്തിന് മക്കൾക്കെല്ലാം കൊടുക്കാനുള്ള രീതിയിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നുള്ളത്. സൂപ്പറാ, യമ്മി. അങ്ങനെ ഇതാ അരിയുണ്ട റെഡി ആയിട്ടുണ്ട്. ഇത് ഒരിക്കൽ ഇൻസ്റ്റയിൽ റീൽസ് കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ കണ്ടിട്ടുള്ളതാ വീഡിയോ. അപ്പോൾ അന്നേരം തൊട്ടേ മനസ്സിൽ പൂതിയുണ്ടായിരുന്നു ഉണ്ടാക്കി കഴിക്കാൻ. ഇപ്പോൾ റീൽസ് കാണുമ്പോഴാണ് ഓരോ ഫുഡ് കഴിക്കാനും എന്താ പറയുക ഉണ്ടാക്കി നോക്കാനുള്ള പൂതി വരാം. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടുള്ളതാ. നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഈ ഒരു കറക്റ്റ് മെഷർമെൻറ്റിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് കിട്ടും. പിന്നെ ഇത് ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ചെറിയ ബോൾസ് ആയതുകൊണ്ട് തന്നെ ഒരു 10-12 അത്രയും ഉണ്ടാക്കി എടുത്തിട്ടുള്ളൂ. ഇനി ദോശ ഉണ്ടാക്കിയെടുക്കല. നേരത്തെ തരിയിലോട്ടേക്ക് ഒരു 3/4 ഗ്ലാസോളം ചോറ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് ഫൈനായിട്ട് അരച്ചെടുക്കല. ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നുള്ളത് ആ ഒരു കമൻറ്റ് മാത്രമാണ്. എന്താണെന്ന് വെച്ചാൽ അറിയാത്ത കുറേ ആൾക്കാരുണ്ടാവും. ഒരാളായാലും അത് അറിയാത്തതാണല്ലോ, അങ്ങനെയാണ് ഷെയർ ചെയ്യുന്നുള്ളത്. ഇനി ഈ ഒരു അരിക്ക് കറക്റ്റായിട്ടുള്ള വെള്ളം എന്ന് പറയുന്നുള്ളത് 1 ഗ്ലാസ്സാണ്. അപ്പോൾ അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അരച്ചെടുക്കുന്നുള്ളത്. ഭയങ്കര ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കാം. പിന്നെ ഈ ഒരു റെസിപ്പി അറിയുന്നവർ കുറേ ഉണ്ടാവും കേട്ടോ. എൻ്റെ വീട്ടിലിത് കോമൺ ആണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നുള്ളത്. പിന്നെ ഇവിടെ ഇപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തതുകൊണ്ട് ഇതെല്ലാം ഇപ്പം ഡിന്നറിലേക്ക് മാറിയിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, സൺഫ്ലവർ ഓയിൽ. ചുട്ടെടുക്കുമ്പം പാനിലേക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കില്ല, അതിന് പകരമായിട്ട് ഈ ഒരു മാവിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുള്ളത്. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കല. ഇനി ഇത് ചുട്ടെടുക്കല. പാന് വെച്ചിട്ടുണ്ട്, അതൊന്ന് ചൂടാക്കി കഴിഞ്ഞാൽ ഒഴിച്ചു കൊടുത്തിട്ട് ചുറ്റിച്ചെടുക്കുക, ചുടുക, അത്രയേ ഉള്ളൂ. സിമ്പിളാണ്. ഈ ഒരു റെസിപ്പി ചോദിച്ചാൽ വേണ്ടിക്കാട്ടോ ഇതൊന്ന് ഷെയർ ചെയ്തിട്ടുള്ളത്. ഇനി ദോശ ചുടുമ്പം തന്നെ നേരത്തെ മീനൊന്ന് പൊരിച്ചെടുക്കുന്നുള്ളത്. ആദ്യം തന്നെ ഒന്ന് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഏതാ മീൻ എന്നൊന്നും അറിയില്ല കേട്ടോ. ശരി ഇത് വിചാരിച്ചിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. ശരി തന്നെയാണോ എന്നൊന്നും അറിയില്ല.
അങ്ങനെ ഇതാ നമ്മൾ സിമ്പിളായിട്ടുള്ള ഡിന്നർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ദോശയും അതേപോലെ തന്നെ മീൻ പൊരിച്ചതും കടലക്കറിയും ആക്കിയിട്ടുണ്ടായിന്. അപ്പോൾ ഇതെല്ലാം കൂട്ടിയിട്ടാണ് നമ്മളെ ഡിന്നർ. അപ്പോൾ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം ഒന്ന് പുറത്തിരിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയിട്ടുള്ളതാണ്. പിന്നെ ബക്കാലിൽ പോയിട്ട് പാലെല്ലാം വാങ്ങിക്കാനുണ്ട്. പക്ഷെ പുറത്ത് ഇറങ്ങി നോക്കുമ്പോൾ ഭയങ്കര തണുപ്പാണ് ഉണ്ടായത്. നല്ല കാറ്റും നല്ല തണുപ്പും. ഇരിക്കാൻ പോയിട്ട് നടക്കാൻ വരെ പറ്റാത്ത അവസ്ഥയായിരുന്നു. പിന്നെ വേഗം ബക്കാലി പോയിട്ട് മക്കൾക്കുള്ള സ്നാക്സും പിന്നെ ചോക്ലേറ്റും അതെല്ലാം എടുക്കല. എന്തായാലും പുറത്തിരിക്കൽ നടക്കില്ല എന്ന് വിചാരിച്ചിട്ട്. Where is moon? Aman, where is moon? There. Okay. അങ്ങനെ ഇതെല്ലാമാണ് ഇന്നത്തെ വീഡിയോ. റെസിപ്പിയെല്ലാം ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ന്യൂ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.